ഗൈസ് എല്ലാവർക്കും ഷിഫ്റ്റ് ഹരമായ സ്വാഗതം. ഗൈസ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഗൈസ് നമ്മളിന്ന് നിലയ്ക്കലാണ്. നിലയ്ക്കൽ വന്നേക്കാണ്. എൻ്റെ കസിൻ, അതായത് എൻ്റെ കസിൻ്റെ ഒരു കടയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് പരിപാടിയായിട്ട് കുടുംബക്കാരെല്ലാം കൂടെ കൂടിയപ്പോഴത്തേക്കിനും ചെറിയൊരു ട്രിപ്പ് വന്നിങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാമേ. ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ കട. ഗൈസ് ഇതാണ് കേട്ടോ. ഇവിടെ ഒരു കടയേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് തന്നെ സീസണൊക്കെ വന്നേക്കാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കടയേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ടൊക്കെ ആണെങ്കിൽ കുറേ കടകളുണ്ട്. ഇപ്പോൾ ആൾ തീരെ കുറവാണ് കേട്ടോ. കച്ചവടം ഒന്നും വലുതായിട്ടില്ലെന്നാണ് കേട്ടോ പറഞ്ഞത്. ഇപ്പോൾ നമ്മളാണെങ്കിൽ അങ്ങോട്ട് ചുമ്മാ ഒന്ന് നടക്കാൻ പോകണം കേട്ടോ. ഇവിടെ മൊത്തത്തിലൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ടേ. ഗൈസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങോട്ട് നടന്നപ്പോഴത്തേക്കിന് വേണ്ട ഇത് കണ്ടോ ഗൈസ്, ഇവിടുത്തെ മലയൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂഡാപ്പായിട്ട് വരുവാണേ. നിങ്ങൾക്ക് ഫോണിൽ കാണുമ്പോൾ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷേ ഇത് സന്ധ്യ ആകുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നല്ലൊരു ചെറിയൊരു തണുപ്പും അതുപോലെ തന്നെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര രസമാണ് കേട്ടോ ഇവിടെ നിൽക്കാനൊക്കെ. ഗേസ് അപ്പോൾ ഇതാണ് ഗേസ്, എൻ്റെ ഒരു കസിനാണ് കേട്ടോ. എൻ്റെ ഒരു കസിനാണ്. അപ്പം ഞങ്ങളിങ്ങനെ നടക്കിറങ്ങിയപ്പോൾ ചുമ്മാ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പേര് ഹന എന്നാണ്. ഗേസ് അപ്പോൾ നമ്മളാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് കുടുംബക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗേസ് നമ്മളിങ്ങനെ നടക്കുമ്പോൾ കണ്ടോ കാണാൻ പറ്റുന്ന കാഴ്ചകളാണ് ഇവിടെ ബസ്സൊക്കെ ഇങ്ങനെ അടുക്കി ഇങ്ങനെ ഇട്ടേക്കും. ഗേസ് അപ്പോൾ നമ്മളാണെങ്കിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണേ. ഗേസ് അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഗേസ് അവിടെ ഇത് കണ്ടോ, അവിടെ സൂര്യൻ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗേസ്. ഗേസ് ഇവിടെ ഇപ്പം ആൾക്കാരൊക്കെ കുറവാണ്, എന്നാലും ആൾക്കാരുണ്ട് കേട്ടോ. സ്വാമിമാർ ഗേസ് നമ്മുടെ കട വരുന്നത് ആ ഭാഗത്താണ്. അതുകൊണ്ട് ഈ ഭാഗം ഇവിടാണ് കേട്ടോ കട. നമ്മളിങ്ങനെ നടന്നു പോവാണേ. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ഗേസ് ഇപ്പോൾ നമ്മളാണെങ്കിൽ അവരിങ്ങനെ ബാക്കിൽ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഞാനിങ്ങനെ നടന്നു പോവാണ്. നമ്മൾ നമ്മുടെ കടയിലോട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോവാണ് കേട്ടോ. നമ്മൾ വന്ന കടയിൽ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകാൻ പറ്റുമേ. ഇതുണ്ട് ഗൈസ്, ഓരോരോ ഇവിടെ ഇപ്പം പാർക്കിംഗ് 2, പാർക്കിംഗ് 1 അങ്ങനെയാണ് കേട്ടോ. ഇവിടെ ഓരോരോ സ്റ്റേജാണേ. ഗൈസ് അവർക്ക് ബാക്കിൽ നിന്ന് വരുന്നോ ഗൈസ്. അപ്പോൾ നമ്മളതുകൊണ്ട് ഗൈസ് ഇതുകൊണ്ട് അത് കണ്ടു ഗൈസ്. നിങ്ങൾക്ക് ക്ലിയർ കാണാൻ പറ്റുമോ ഗൈസ്? അതെന്താണെന്ന് ഗൈസ്, അതെന്ത് പശു അങ്ങനെ ഏതാണ്ടാണ് കേട്ടോ. ഗൈസ് ഇത് കാണാൻ പറ്റത്തില്ല ഗൈസ്, അത് അവർ മാഞ്ഞു പോയി. അത് മാഞ്ഞു പോയിരിക്കുന്നു, കാണാൻ പറ്റില്ല കേട്ടോ. അത് അകത്തോട്ട് കയറി പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പല മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും. നമ്മളിങ്ങനെ സിറ്റി കൂടി ഇങ്ങനെ റൗണ്ട് അടിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇനിയൊന്നും കാണാൻ ഇനി നമ്മളിങ്ങനെ റൗണ്ട് അടിച്ച് അവിടെ വരുമ്പോൾ മാത്രമേ നമുക്ക് ബസ്സൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അല്ല കാണാൻ പറ്റത്തില്ല ഗേസ്. അങ്ങോട്ടായിരുന്നു ഗേസ്. അപ്പോൾ നമ്മൾ കറങ്ങിയിട്ട് മോനെ വിട്ടടാ. അങ്ങനെ നമ്മൾ കറങ്ങിയിട്ട് നമ്മൾ ഈ വണ്ടി സ്വാമിമാരുള്ളിടത്തോട്ട് വന്നിട്ടുണ്ട്. എന്താ അതൊന്നും ആരും കാണത്തില്ല നിന്റെ ഗേസ്. ഇപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ കുറേ സ്വാമിമാരൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. നമ്മളിങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ നടന്നു പോവാണ് ഗേസ്. ഇതുണ്ട് നമ്മളീ കാണുന്നത് നമ്മൾ നിലയ്ക്കാണ് കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗേസ്. ആ കേൾക്കുന്നത് ഇവിടെ ഇങ്ങനെ ഓരോ സംഭവം ഇങ്ങനെ പറയുന്നതാണ് കേട്ടോ മൈക്കിൽ. ഗേസ് ഏകദേശം നമ്മൾ ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്നത് നമ്മൾ ഏകദേശം നിലയ്ക്കലോട്ട് കയറുന്ന വഴിയും അതുപോലെ തന്നെ കുറേ സ്ഥലങ്ങളുണ്ടായിരിക്കുമല്ലോ നമ്മുടെ നിലയ്ക്കലൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കുറേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഓരോ സ്റ്റേജ് വെച്ചിട്ടാണെന്ന്. അപ്പം അതുകൊണ്ടാണ് കേട്ടോ. അതാണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ, ഓരോ സ്റ്റേജ്. ഇപ്പുറത്തൊരു സ്റ്റേജ് ആണെങ്കിൽ അപ്പുറത്തൊരു സ്റ്റേജാണ് കേസ്. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണേ കേസ്. അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. സാധനം എന്തെങ്കിലും വാങ്ങിക്കണം. നമുക്കിവിടെ കപ്പലിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പോൾ കപ്പലിൻ്റെ ഒക്കെ വാങ്ങിച്ച് കുറച്ചുകൊണ്ട് നടക്കാം. നീ അത് വീഡിയോ പിടിക്കാം. ഗേസ് ഇതുണ്ട് ഗേസ്, നമുക്ക് ഒരുപാട് മാലകളൊക്കെ ഉണ്ട്. വെറൈറ്റി സൈസ് മാലകളാണ്.
ഗേസ് ദാണ്ട് ഗേസ് നമ്മൾ കപ്പലിൻ്റെയൊക്കെ കുറച്ചുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കടയെ കണ്ടിട്ട്, പക്ഷേ ആ കടയിലൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. നമുക്ക് ഇനി അങ്ങോട്ട് നടന്നു പോകുമ്പം എന്തെങ്കിലും നല്ല കടകളൊക്കെ കാണുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം കേട്ടോ. ഗേസ് നമ്മളിപ്പോൾ ദാണ്ട് ഗേസ് ഇവിടെ നിറയെ കണ്ടോ, നമ്മളിപ്പം സ്വാമിമാരുള്ളിടത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ നിറയും സ്വാമിമാരാണ്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഈ സൈഡിലോട്ടൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു അമ്പലമോ അത് എന്തൊരു സംഭവമാണ് കേട്ടോ. നമ്മളിങ്ങനെ നടന്ന് വന്നപ്പോൾ അങ്ങോട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയതാണ്. ഗേസ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ കടയുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് വീണ്ടും നമ്മൾ നടപ്പ് തുടങ്ങി. ഗേസ് ഇതൊരു ടെമ്പിളാണ്. അതുകൊണ്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വേ ടു ശിവ. ഗേസ് ഇവിടെ വന്നിട്ട് ആർക്കെങ്കിലും അമ്പലത്തിൽ തൊഴാനൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. നമ്മൾ ചെറിയൊരു കുഞ്ഞു വഴി കൂടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പൂവാനം എന്ന് പറയുന്നൊരു ഹോട്ടലിൻ്റെ നേരെ വരുമ്പോൾ നമുക്ക് അമ്പലം കാണാം കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ. ഗേസ് നമ്മൾ അടുത്ത കട കിട്ടും. ഗേസ് ഇവിടെയൊക്കെ സ്വാമിമാർ കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതുപോലെ തന്നെ ഇത് വലിയൊരു ഇതുപോലെ നമ്മുടെ വലിയൊരു ടെമ്പിൾ ഇതുപോലെ എല്ലാവർക്കും വിശ്രമിക്കാൻ, സ്വാമിമാർക്കൊക്കെ വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതൊക്കെ സ്വാമിമാർ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കുക. ഇതുണ്ട് ഇത് വലിയൊരു സംഭവമാണ്. ഭയങ്കര നീളമൊക്കെ ഇതാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കട കാണുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാമേ. ഗേസ് അതുപോലെ തന്നെ ഇവിടെ മാല വിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ആൾക്കാർ ഇരിപ്പുണ്ട്. ഉണ്ടോ മാല വിൽക്കാനായിട്ടൊക്കെ അവരൊക്കെ കടക്കാരൻ നിൽപ്പുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ അറിയത്തില്ല കേട്ടോ. അതായത് ഈ അനൗൺസ്മെൻറ്റിൻ്റെ ഇതായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഏകദേശം നമ്മൾ മൊത്തത്തിൽ ചുറ്റി കറങ്ങുകയാണ് കേട്ടോ. നമുക്ക് ഏതൊക്കെ വഴിയുടെ അതുവരെ എല്ലാം നമ്മൾ ചുറ്റി കറങ്ങിയിട്ടാണ് നമ്മൾ നമ്മുടെ കടയുടെ അവിടെ എത്തുന്നത്. ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ്. അതുകൊണ്ടാണ് ഇവിടെ ബസ്സൊക്കെ ഇപ്പം നമ്മുടെ കടയുടെ അവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഈ സ്റ്റാൻഡ് നമ്മൾ നേരെ പോവാണേ. ഒരു കുഞ്ഞ് കയറ്റാണ് കേട്ടോ. ക്ലോത്ത് ബാഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇതൊരു കുഞ്ഞിതാണ് കേട്ടോ. ക്ലോത്ത് ബാഗ് ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പുറത്ത് കാണുന്നത് നമ്മുടെ ഇതാണ് ബസ് സ്റ്റാൻഡാണ്. ഇവിടെ കുറേ ഹോട്ടലും കടകളും എല്ലാം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്വാമിമാരൊക്കെ വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു സ്നാക്സ് കടയാണ് കേട്ടോ. ശ്രീ അയ്യപ്പ ടീ സ്റ്റാൾ എന്ന് പറയുന്നത് കുഞ്ഞി കടകൾ. ഇത് കണ്ടില്ല ഗൈസ്, നമ്മുടെ സ്വാമിമാരൊക്കെ പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു തിരക്കുണ്ട് കേട്ടോ. തിരക്കുണ്ട്. ഗേസ് നമ്മൾ അത്യാവശ്യം കുറേ നടന്നു കേട്ടോ. നമ്മൾ കുറേ നടന്ന് അത്യാവശ്യം. ഗേസ് എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കസിനുണ്ട് കേട്ടോ. കസിൻ അതായത് എൻ്റെ അനിയത്തി. ഗേസ് ഇത് കണ്ട് ഇവിടെ ഏതാണ്ടൊക്കെ പണിയും കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണേ. എന്തിൻ്റെ അതൊന്നും നമുക്കറിയില്ല കേട്ടോ. ഗേസ് ഇതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തുനിന്ന് വരുമ്പോഴുള്ള ഫസ്റ്റ് ഇത് കയറുന്ന എങ്ങോട്ടാണെന്നൊക്കെ ഉള്ള ഇതാണ്. ഗേസ് അവിടെ കണ്ടോ ഗേസ് കുറേ പോലീസ് വണ്ടികളൊക്കെ കിടപ്പുണ്ടേ. ഗേസ് എനിക്ക് തോന്നുന്നത് ഹോസ്പിറ്റലാണെന്നതുകൊണ്ട് അവിടെ ഫ്രണ്ടിൽ കുറേ ആംബുലൻസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നേ. നമുക്ക് ആ ഫ്രണ്ടിലോട്ട് ഗേസ് ഇപ്പോൾ നമ്മൾ പക്ഷെ അങ്ങോട്ടല്ല പോകുന്നത്, നമ്മൾ ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ അങ്ങോട്ടൊക്കെ പോകുന്നതായിരിക്കും. ഗേസ് ഇത് കേരള പോലീസിൻ്റെ പാർക്കിംഗ് ഇതാണേ. ഇത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഗ്രൗണ്ട്സിൻ്റെ 15, 16, 17. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രി ഉണ്ടെന്നതിൽ പറയുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബോർഡ് കണ്ടു. നമുക്ക് അങ്ങോട്ട് ഓടാം കേട്ടോ. എൻ്റെ കയ്യിലുള്ളവർക്ക് സ്വാമിമാർ നമ്മൾ സ്വാമിമാരാണെങ്കിൽ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവർക്ക് അങ്ങോട്ട് പോയിട്ട് അവരത് കണ്ടില്ല. അങ്ങോട്ട് ചിലവരങ്ങോട്ട് പോകുന്നുണ്ട്, ചിലവർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. കൂടുതൽ പേര് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചുമ്മാ അങ്ങനെ